നമ്മൾ UAEക്ക് പണി കിട്ടും, അടി കിട്ടും, അല്ലെങ്കിൽ മിസൈൽ കിട്ടും എന്നൊക്കെ പറയുന്ന സമയത്തെ UAE മാസമാണ്, മരണമാസമാണ്, കൊല്ലമാസമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് UAEക്ക് ഇനിയിപ്പോൾ ഇറാൻ അടിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും UAE അടിക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇറാനും UAEയും സൗദിയും ഖത്തറും കുവൈറ്റും ബഹ്റൈനും ജോർദാനും ഈജിപ്തും ഒക്കെ തമ്മിൽ അടിച്ച് തീർക്കുന്നവരെ ഇവന്മാർ അടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് UAEക്ക് അടി കിട്ടും. UAE ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇറാൻ മാത്രമല്ല, ഇറാനെ ടാർഗറ്റ് ചെയ്യിപ്പിക്കാൻ പിന്നിൽ നിന്ന് കളിക്കുന്നത് ഇസ്രായേലും അമേരിക്കയാണെന്ന് പറയുമ്പോഴേക്കും ഇസ്രായേലിൻ്റെ മൂഡ് താങ്ങാനും അല്ലെങ്കിൽ അമേരിക്കയുടെ ആസനം നക്കാനും ഒന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ഒന്നേ പറയാനുള്ളൂ, UAEക്ക് ഇന്നലെ അടി കിട്ടി. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ന്യൂസിൽ. ഞാൻ ഇന്നലെ രാത്രി ന്യൂസ് ചെയ്തില്ല, പോട്ടെ, രാവിലെയൊക്കെ ചെയ്യാമല്ലോ അല്ലേ. ഇനിയിപ്പോൾ രാവിലത്തേക്ക് വേറെ ഏതെങ്കിലും അടി വരികയാണെങ്കിൽ അതും കൂടെ കൂട്ടി ഒരു വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചു. ഏതാണെങ്കിലും UAEക്ക് അല്ലെങ്കിൽ UAEയുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലോട്ട് തന്നെ ഇന്നലെ നല്ല അടി. 3 ഡ്രോണുകളാണ് വീണത്. 2 ഡ്രോണുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. 3ാമത്തെ ഡ്രോണ് അവിടുത്തെ പുറത്തെ ജനറേറ്റർ സിസ്റ്റത്തിനെ മൊത്തത്തിൽ കത്തി നശിപ്പിച്ചു എന്നുള്ള ന്യൂസ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ UAEയിലെ ആണവ നിലയത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം സംഭവം ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് നിലയത്തിലെ അതിർത്തിയിലുള്ള ജനറേറ്റർ വിഭാഗത്തിനാണ് തീപിടിച്ചത് എന്ന് UAEയുടെ ഡിഫൻസ് സിസ്റ്റം തന്നെ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രി തന്നെ ഇന്നലെ അവരുടെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ ഈ വൻ ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ ഭരണകൂടമായിരിക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ട് പറഞ്ഞത്. ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ IRGC പൊതുവേ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ട്. ഇതുവരെ IRGC പുറത്തോട്ട് വന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇതാരായിരിക്കും? അല്ലെങ്കിൽ UAEയിൽ ഇങ്ങനെ അടിയടിച്ച് അല്ലെങ്കിൽ UAE നേരിട്ട് യുദ്ധത്തിന് അങ്ങ് ഇറങ്ങട്ടെ ഇറാനോണ്ട്, ഞങ്ങളൊക്കെ നോക്കി നിൽക്കുക, നിങ്ങൾ തമ്മിൽ അടിച്ച് തീരുക എന്നുള്ള ചിന്ത ഉള്ളത് ആരൊക്കെ എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. എങ്കിൽ നമ്മൾ പറയണ്ട, കാരണം നമ്മളിപ്പം ദോസ്തുക്കളാണല്ലോ അല്ലേ. നമ്മളെ തമ്മിൽ അടുപ്പിച്ച് നമ്മുടെ ചോര കുടിക്കുന്നവന്മാരുടെ കയ്യിൽ നിന്നാണല്ലോ ഇപ്പം നമ്മുടെ നയതന്ത്രമൊക്കെ നമ്മുടെ UAEയുടെ നയതന്ത്രമൊക്കെ വ്യക്തമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നടക്കട്ടെ. ജൂതൻ്റെ സാധനം താങ്ങിയാൽ മാത്രമേ നമുക്കൊരു സുഖം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. അവസാനം തിരിഞ്ഞ് മൂട്ടിക്കയറ്റുമ്പം നമ്മൾ വിവരം അറിയും. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി ഈ ഒരു ആക്രമണം. എന്തായാലും ഇറാനും അമേരിക്കയും ഇസ്രായേലൊക്കെ തമ്മിലുള്ള ഏതായാലും നയതന്ത്ര ചർച്ചകളൊക്കെ കംപ്ലീറ്റ്ലി വഴിമുട്ടി നിൽക്കുകയാണ്. ഓരോ ദിവസവും ട്രംപ് വന്ന് പറയുന്നത് ഞാൻ ഇന്നടിക്കും, നാളെ അടിക്കും, അല്ലെ ഇപ്പം അടിക്കും, ഞാൻ അങ്ങോട്ട് തുമ്പുമ്പോഴേക്കും അടിക്കും എന്നും പറഞ്ഞിട്ടാണ് അമേരിക്ക നിൽക്കുന്നത്. അത് ഏറെക്കുറെ വ്യക്തമാണ്. അത് ഇസ്രായേലും ഇത് അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ചാൻസൊക്കെ മുതലാക്കി മാക്സിമം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അവരുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഒരു സംഭവം അവിടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ചൈന സന്ദർശനത്തിന് ശേഷം അമേരിക്കയിലോട്ട് മടങ്ങിയിട്ടുള്ള ട്രംപ് പല പ്രസ്താവനകളിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ UAEയിലെ അൽദഫ്ര മേഖലയിലുള്ള ബറക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആണവ നിലയത്തിനാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. അബുദാബി മീഡിയ ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആണവ നിലയത്തിൻ്റെ സുരക്ഷാ മതിലിന് പുറത്തുള്ള ഒരു ഇലക്ട്രോണിക് ജനറേറ്റർ സിസ്റ്റമാണ് കംപ്ലീറ്റ് കത്തി നശിച്ചു പോയിട്ടുള്ളത്. ഈ അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് നിലവിൽ പുറത്തോട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ IRGC അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് മൗനമാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ സൂത്രധാരന്മാർ ആരാണ്, ഈ നീക്കത്തിൻ്റെ സൂത്രധാരന്മാർ ആരാണ് എന്ന രീതിയിലുള്ള പല ഊഹാപോഹങ്ങളും നടക്കുന്നുണ്ട്. കാരണം ഈ ഭാഗത്തോട്ട് മിസൈലുകളല്ല ഡ്രോണുകൾ വന്നിട്ടുള്ളത് പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ സൈഡിൽ നിന്നാണ്, സൗദിയുടെ പടിഞ്ഞാറൻ സൈഡിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ സൗദിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ആക്രമണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗദിയുടെ മാപ്പ് 2 മാപ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ സൗദി വരുന്നത് എവിടെയാണ്? ഇറാൻ്റെ അപ്പുറത്തല്ല, ഇറാൻ്റെ ഇപ്പുറത്താണ് വരുന്നത്. അതായത് സൗദി കഴിഞ്ഞ് UAE കഴിഞ്ഞ് സ്ട്രേറ്റ് ഓഫ്, അതായത് ഈ കടലിടുക്ക് കഴിഞ്ഞ് അപ്പുറത്താണ് ഇറാൻ നിലനിൽക്കുന്നത്. അപ്പം ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രോൺ ഏതായാലും ഇങ്ങനെ വളഞ്ഞ് വന്ന് കുത്തിത്തിരിയില്ല എന്നുള്ള പല സംശയങ്ങളും പലർക്കും വരുന്നുണ്ട്. ഏതായാലും ഡ്രോൺ വന്നതായിട്ട് കാണുന്നത് സൗദിയുടെ ഭാഗത്തു നിന്നാണ് ഡ്രോൺ വന്നിട്ടുള്ളത്. അപ്പം സൗദിയുടെ ബേസ് ആരാണ് ഇപ്പം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സൗദിയുടെ ബേസ് കംപ്ലീറ്റ്ലി കൈകാര്യം ചെയ്യുന്നത് അത് അമേരിക്കയാണ്. അമേരിക്കയുടെ കൂടെ ഇസ്രായേൽ ഓഫ് കോഴ്സ് അവരുടെ പിന്നിലുണ്ടാവും എല്ലാ രീതിയിലും. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. UAEനെയും അതുപോലെ തന്നെ ഇറാനെയൊക്കെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് സൗദി ബേസിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാകാം എന്നുള്ള സംശയം പറയുന്നുണ്ട്. കാരണം ഇതേപോലെ പല ആക്രമണങ്ങളും സൗദി അരാംകോല് പോലത്തെ സ്ഥലങ്ങളിലോട്ടും മറ്റു പല ഈ ബേസുകളിലോട്ടും ഇറാൻ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനെതിരെ പേര് വരാൻ വേണ്ടിയിട്ട് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ആക്രമിച്ച കണക്കുകളൊക്കെ നമ്മൾ യുദ്ധത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്. അപ്പം അങ്ങനത്തെ ഒരു കോൺട്രവേഴ്ഷ്യൽ എന്താ പറയുക ഡിസ്കഷനും ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണെങ്കിലും ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് മേഖലയിലെ
ആ ഒരു ഇതപ്പോൾ പൊട്ടും എന്നുള്ളതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു വെട്ടിക്കെട്ട് പോലെ ഒരു പൊട്ടൽ ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ ഈ രാത്രിയാണ് ഈ വീഡിയോ ചെയ്തത്, അതിനുശേഷം വേറെ വല്ല പൊട്ടലൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചടികളും വല്ല അടികളും IRGCയുടെ വല്ല കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. ഈ ബറക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആണവ നിലയത്തിന് കുറച്ച് പ്രാധാന്യങ്ങളുണ്ട് കേട്ടോ. അതായത് അറബ് മേഖലയിൽ ആദ്യത്തെ ആണവ നിലയമാണ് ഈ പറഞ്ഞത്. ദക്ഷിണ കൊറിയയുമായി സഹകരിച്ചിട്ടായിരുന്നു ഇതിൻ്റെ തുടക്കം ഉണ്ടായിരുന്നത്. അതായത് 20 ബില്യൺ US ഡോളേഴ്സ് ചിലവിട്ടിട്ടാണ് ബറക് നിലയം ഉണ്ടാക്കിയിട്ടുള്ളത്. അറബ് ലോകത്തെ ആദ്യത്തേതും ഏകതുമായിട്ടുള്ള വാണിജ്യ ആണവ നിലയമാണിത്. 2024 ഇതിൻ്റെ 4 റിയാക്ടറുകളും പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. UAEക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ 25%, അതുപോലെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ 57% നൽകുന്നത് ഈ ഒരൊറ്റ നിലയത്തിൽ നിന്നാണ്. 2050 കാർബൺ പുറന്തള്ളൽ പൂജ്യമാക്കുക, അതുപോലെ നെറ്റ് സീറോ എന്ന രീതിയിലോട്ട് മാറ്റുക എന്ന UAEയുടെ ലക്ഷ്യത്തിനാണ് ഇതിന് ഈ ഒരു ആണവ നിലയത്തിന് വലിയ പങ്കുണ്ട്. അതുമാത്രമല്ല അമേരിക്ക UAE 123 കരാറ് പ്രകാരമാണ് ഈ നിലം ഇപ്പം പ്രവർത്തിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം പോലുള്ള കാര്യങ്ങൾ തടഞ്ഞുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അണുഊർജ്ജ ഉപയോഗിക്കുക എന്നുള്ള ഒരു തിയറി മുമ്പോട്ട് വെച്ചിട്ടാണ് ഈ ഒരു ആണവ നിലയം പ്രവർത്തിക്കുന്നതായിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പം ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. ഇനി ഇത് IRGC അല്ലെങ്കിൽ ഈ വേറെ വല്ല ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം UAE ആക്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, ഈ ഒരു യുദ്ധം ഏത് രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാലും ആദ്യം ആക്രമിക്കപ്പെടാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്ന് അത് UAE തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റം ഇല്ല. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റ് ഐയിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വാർത്തയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ UAE തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ഇനി മുതൽ അവർ എന്തിന് ഈ ഇരവാദം മുന്നോട്ട് വെക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പം പല അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താ UAE അങ്ങനെ വെച്ചത്? UAE ബേസുകൾ തുറന്നു കൊടുത്തതാണോ? ഓഫ് കോഴ്സ് ഒരു കാര്യം അത് തന്നെയാണ്. പക്ഷെ മറ്റൊരു വലിയ കാര്യം അപ്പുറത്ത് വേറെ ഉണ്ട്. അതായത് ബേസുകൾ തുറന്നു കൊടുത്തു, അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തോന്നിയ പോലെ ഇറാൻ ആക്രമിക്കാൻ ഞങ്ങളുടെ ബേസുകളും ഞങ്ങളുടെ പട്ടാളക്കാരെയും ഞങ്ങളുടെ പൈസയും അല്ലെങ്കിൽ ഞങ്ങളുടെ മിറാഷ് പോലത്തെ വിമാനങ്ങളൊക്കെ വിട്ടുകൊടുത്ത് UAE മുന്നോട്ട് പോകുമ്പം ഓഫ് കോഴ്സ് ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് ഈ രാജ്യത്തോട്ട് തന്നെ. അതായത് ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്മളും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം, നമ്മൾ പാകിസ്ഥാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സൈഡിൽ നിന്ന് ആക്രമിക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ വിചാരിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ അപ്പുറത്ത് പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ നമ്മളൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ആ ബേസിൽ നിന്നും കൂടെ പാകിസ്ഥാൻ ആക്രമിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ വിമാനങ്ങളും നമ്മുടെ ഡ്രോണുകളും നമ്മുടെ മിസൈലുകളും എല്ലാം അവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ പാകിസ്ഥാൻ ആക്രമിച്ചാൽ പാകിസ്ഥാൻ വിചാരിക്കും അത് ബേസാണ്, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കേണ്ട, നമ്മൾ ഇന്ത്യയിലോട്ട് മാത്രം ആക്രമിച്ചാൽ മതി. ഇതില്ല, പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ നമ്മുടെ ബേസുകളിലോട്ടായിരിക്കും. അഫ്ഗാനിസ്ഥാനിലോട്ടാണ് അപ്പം ആ യുദ്ധം അഫ്ഗാനിസ്ഥാനിലോട്ട് ആ യുദ്ധം പ്രാപിക്കും, അല്ലെങ്കിൽ അവിടെ പല രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആക്രമിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ് UAE സ്വാഗതം പറഞ്ഞുകൊണ്ട്. അപ്പോൾ തിരിച്ച് ആക്രമണം ഇറാൻ ഏത് രീതിയിലും UAEക്ക് ഇട്ട് അതിന് UAEക്ക് വാ തുറക്കാൻ പറ്റാത്ത ഒരു അന്താരാഷ്ട്ര കുരുക്ക് ഇതിലുണ്ട്. ഇനി അത് മാത്രമല്ല, അപ്പോൾ അവിടെയുള്ള ആളുകൾ എന്ത് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. UAE ഭരണാധികാരികൾ കാണിക്കുന്ന ആ പരിപാടി അല്ലെങ്കിൽ ആ തന്തയില്ലായ്മത്തരെ കാണിച്ചു കഴിഞ്ഞാൽ ഇറാന് നോക്കേണ്ട കാര്യമില്ല. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ അതൊക്കെ മാറ്റിയാണ് നിർത്ത്. UAE എന്ന് പറഞ്ഞത് സുഡാനിൽ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി തരാം. സുഡാനിൽ UAEയുടെ പ്രോക്സികളെ വെച്ചിട്ട് സുഡാനെ ഏത് രീതിയിലാണ് കുത്തിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അവിടെ മാത്രമല്ല, യമനിലും ഇതേ കളി UAE കളിക്കുന്നുണ്ട്. യമനിലും എന്തുകൊണ്ടാണ് യമനിലെ പ്രശ്നത്തിൻ്റെ പേരിൽ UAEയും അല്ലെങ്കിൽ സൗദി തമ്മിൽ അടിയാവുന്നത്? അവിടുത്തെ 2 പ്രോക്സി ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്ന ആളുകൾ വരാം. ആ ഒരു രാജ്യത്തിനെ ഈ 2 ഗ്രൂപ്പുകൾ വെച്ച് പരസ്പരം അടിക്കുക മാത്രമല്ല, അവിടുന്ന് കിട്ടാവുന്ന, ഇപ്പോൾ സുഡാനിൽ കിട്ടാവുന്ന എണ്ണയായിട്ടാണെങ്കിലും മറ്റ് ധാതു സമ്പത്താണെങ്കിലും എല്ലാം അടിച്ചെടുക്കുന്നത് ആരാണ്? അവിടുത്തെ സ്വർണ്ണം അടിച്ചെടുക്കുന്നത് ആരാണ്? അതൊക്കെ UAE തന്നെയല്ലേ അടിച്ചെടുക്കുന്നത്. അപ്പം UAEക്ക് ഏത് ചെറ്റത്തരം എവിടെ ചെന്ന് കാണിക്കാം? ഞങ്ങളെ ആക്രമിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ഇരവാദം മുഴക്കും, ഞങ്ങൾ എന്തോ വലിയ പുണ്യാളന്മാരാണ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു തന്തയില്ലാത്ത പരിപാടിയാണ് ഇവിടെ ഇപ്പം ലോകരാജ്യങ്ങളിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു എന്താ പറയുക, ഈ മിഡിൽ ഈസ്റ്റേയിൽ വന്നിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ടുള്ള ശക്തി പ്രയോഗങ്ങൾ നിരന്തരം സൗകര്യമൊരുക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ UAE. അതായത് സുഡാനിലെ നിഴൽ യുദ്ധങ്ങൾക്ക്, പ്രോക്സി വയലൻസിൽ, അതുപോലെ തന്നെ ഇന്ധനം പകർത്തുന്ന പരിപാടി, അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങൾ ഫോളോ ചെയ്തിട്ടല്ല UAE അവിടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ വഴി ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ തൊടാനോ അല്ലെങ്കിൽ അവിടെ പ്രോക്സി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഭരണത്തിനെതിരെ പരിപാടികൾ കാണിക്കാനോ പാടില്ല. അത് UAE വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ യമനിലും അത് കാണിക്കുന്നുണ്ട്, ഈ പറഞ്ഞ സുഡാനിലും ഇത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് UAEയെ പുണ്യാളന്മാരാക്കി ചിത്രീകരിക്കുന്നവർ, നമുക്കവിടെ ജോലിയുണ്ട്, നമുക്കവിടെ ബിസിനസ് ഉണ്ട്, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, ആ പൈസ നമ്മൾ കേരളത്തിലോട്ട് അയക്കുന്നുണ്ട്, ഇന്ത്യയിലോട്ട് അയക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. അതേ സ്ഥാനത്ത് ഇവന്മാർ കാണിക്കുന്ന ഈ കൊള്ളരുതായ്മ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനതിപ്പം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു
ഒരു പാർട്ടിൽ അത് ഇടാനുള്ള കാരണം തന്നെ എന്നെ ചിത്രം വരണ്ടാരും കേട്ടല്ലോ. നമ്മൾ ഇതൊന്നും അറിയാത്തവരല്ല, ലോകത്ത് ഒരുപാട് ആൾക്കാർ എല്ലാം അറിഞ്ഞും കണ്ടും കേട്ടും തന്നെ നിൽക്കുന്നത്. അപ്പം UAE കാണിക്കുന്ന ഈ എന്താ പറയുക, ഈ അഭിനയം അല്ലെങ്കിൽ കള്ളക്കണ്ണീര് മുതലക്കണ്ണീര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന പരിപാടികൾ മാത്രമാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ. യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു. ഓൾറെഡി ഇസ്രായേലിലെ ആണവ റിയാക്ടറിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടു. അവിടുത്തെ Arrow 3യുടെ ഒരു കംപ്ലീറ്റ് മിസൈൽ പോർഷൻ തന്നെ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടു. അതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇറാനെ സംബന്ധിച്ച്, ഇറാന് ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇറാന് സപ്പോർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതാണെങ്കിൽ യുദ്ധത്തിൻ്റെ ബാക്കി ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇപ്പോൾ UAEയുടെ കാര്യം പറഞ്ഞതിൽ നിങ്ങളുടെ യഥാർത്ഥ ശരിക്കും മനസ്സിരുത്തി ആലോചിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക UAE ചെയ്യുന്നതിലുള്ള കൊള്ളരുതായ്മയും അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന UAE ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ഇട്ട് നമുക്ക് നോക്കാം. ശരി.